പ്രൈസ് ദി ലോർഡ്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പൗലോസിൻ്റെ ലേഖനത്തിൽ ചിലത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതുണ്ടെന്ന്. പൗലോസ് എഴുതിയ ലേഖനത്തിൽ എന്താണ് ഗ്രഹിക്കാൻ പ്രയാസമുള്ളത്? ഇന്ന് പലർക്കും ആ ലേഖനം വായിച്ചാൽ കാര്യമായി അതിനകത്തെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പത്രോസ് പറയുന്നത് അസ്ഥിരന്മാരും അറയ്ക്കപ്പെട്ടവരും തങ്ങളുടെ നാശത്തിനായിട്ട് അത് കൂട്ടിക്കളയുന്നു. ഇന്ന് പൗലോസ്ലിയ പറയുന്നതിനെതിരായിട്ടാണ് അനേകരും പ്രവർത്തിക്കുന്നത്. പൗലോസ്ലിയ പറയുന്നത് നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും ആചരിക്കരുത്, നോയമ്പ് ഉപവാസവും ചെയ്യരുത്, ആചരിച്ചു പോരുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിച്ചു കൊള്ളണം. നിങ്ങൾ എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പല കാര്യങ്ങളും പൗലോസ്ലിയ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായി വിപരീതമായി അത് തന്നെ ഏതൊന്ന് ചെയ്യരുതെന്ന് പറയുന്നു അത് തന്നെ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണത് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതാണ് കാരണം. അതുകൊണ്ട് അത് മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പത്രോസ് പറയുമ്പോൾ അങ്ങനെയുള്ളവർ അറയ്ക്കപ്പെട്ടവരും അസ്ഥിരന്മാരുമാണ്, ആത്മീയ സ്ഥിരതയില്ലാത്തവരാ, അതുപോലെ അറയ്ക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് അവർ അറയ്ക്കപ്പെട്ടിരിക്കുന്നത്? സ്വർഗരാജ്യത്തിന് അവർ അറയ്ക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ വകയൊക്കെ പ്രവർത്തിക്കുന്നവര്, വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്നവര് സ്വർഗരാജ്യത്തിന് അറയ്ക്കപ്പെട്ടവരാണ്. ഇത് പറയുന്നത് പത്രോസ്ലീഹയ. നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഈ വകയൊക്കെ പ്രവർത്തിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അറയ്ക്കപ്പെട്ടവരാ. ഇന്ന് മതങ്ങളുടെ പഠിപ്പിക്കലിലൂടെയാണ് മനുഷ്യർ കൂടുതലും കടന്നു പോകുന്നത്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് ഒരു വെളിപ്പാടാണ്. നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന ഒരു മർമ്മമാണ് പുതിയ നിയമം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, ഇനിമേൽ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല. ഇന്ന് മതങ്ങളൊക്കെ അറിയുന്നത് ജഡപ്രകാരം ഉണ്ടായിരുന്ന ക്രിസ്തുവിനെയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് സത്യവും ജ്ഞാനവും കൃപയുമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കൃപയും സത്യവുമാണ്. കൃപയും സത്യവും ആത്മാവാണ്. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച സത്യകൂടാരമാണ് കൃപയും സത്യവും.
പൗലോസ് പറഞ്ഞു, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ പുതിയ നിയമപ്രകാരം ഇന്ന് ജഡപ്രകാരം ജീവിക്കുന്ന ക്രിസ്ത്യാനികളില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇനിയും നിങ്ങളെ ജഡപ്രകാരം അറിയുന്നില്ല, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഇനിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തത്. കാരണം നമ്മൾ മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. തൽക്കാലം ഒരു അംബാസിഡറായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടും. നമ്മൾ മരിച്ച് ഉയർക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കൂദാശകളും കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമുക്കൊരു കൂദാശയും ആവശ്യമില്ലാത്തത്. അതുകൊണ്ടാണ് പൗരോഹിത്യം ഇല്ലാത്തത് പുതിയ നിയമത്തിൽ. അപ്പൊ പുതിയ നിയമപ്രകാരം നമ്മൾ ലൗകികരല്ല. ലോകത്തിൻ്റെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് ആവശ്യമില്ല. കാരണം എല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. ആകയാൽ നിങ്ങളെയും അവൻ അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. വിശുദ്ധ സഭ ഉയർത്തെഴുന്നേറ്റതാണ്. വിശുദ്ധ സഭ എന്ന് പറയുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണ് വിശുദ്ധ സഭ എന്ന് പറയുന്നത്. ആ സഭ ഉയർത്തെഴുന്നേറ്റതാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതാണ്. ഇനി ഒരു കൂദാശയും നമുക്കതിനാവശ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, എൻ്റെ ശരീരം അതിയപ്പറ്റാണ്. വിശുദ്ധ സഭയുടെ ശരീരം അതിയപ്പറ്റാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഇനി ജഡപ്രകാരം നിങ്ങളെ ഞാൻ അറിയുന്നില്ല, എല്ലാം വിശുദ്ധ ജനമാണ്. വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമാണ്. ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമാകുവാൻ സുവിശേഷ ഘോഷണം ഞാൻ പുരോഹിതനായി നടത്തുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണമാണ്. സുവിശേഷത്താലല്ല ഞാൻ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് സുവിശേഷത്തിൻ്റെ കേൾവിയല്ല. അത് സൗജന്യ രക്ഷയാണ്. ആര് സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നോ അവർ രക്ഷിക്കപ്പെടും. ഇന്ന് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് സുവിശേഷം എന്നാണ്. അത് സുവിശേഷമല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് കൃപയും സത്യവുമാണ്. കൃപയും സത്യവും യേശുക്രിസ്തു മൂലമാണ് വരുന്നത്. നമ്മൾ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഇനിമേൽ അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് കൃപയും സത്യവുമാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് കൃപയും സത്യവുമാണ്. അല്ലാതെ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ അല്ല നമ്മൾ അറിയുന്നത്. കൃപയും സത്യവും മനസ്സിലാക്കിയെങ്കിലേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ നമുക്ക് കഴിയൂ. പിതാവാം ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. എങ്ങനെയാണ് അറിയുന്നത്? കൃപ എന്താണെന്നും സത്യം എന്താണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ആ സത്യം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരും. നമ്മുടെ ജന്മപാപങ്ങളെയും കർമ്മപാപങ്ങളെയും മോചിച്ച്
പാപപ്രമാണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരും. അതൊരു മരണത്തിലൂടെയാണ്. ആ മരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. അങ്ങനെ അവസ്ഥയ്ക്കാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലൗകികനല്ല, അവൻ സ്വർഗീയനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒരു മതത്തിൻ്റെയും അംഗമല്ല, ഒരു മതത്തിലും അവൻ വിശ്വസിക്കുന്നില്ല. കാരണം അവൻ ലൗകികനല്ല. മതരഹിതനായിട്ടാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനി ഒരു മതരഹിതനായിരിക്കണം. കാരണം അവനൊരു മരണമില്ല. ഇന്ന് ക്രിസ്തു മതത്തിലുള്ളവർക്കൊരു മരണമുണ്ട്. അവര് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ കൊടുക്കണം. പിന്നെ 40 നാൾ കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുകയോ സ്വർഗത്തിലേക്ക് പോവുകയോ ഒക്കെ ഒത്തിരി ചടങ്ങുകളുണ്ട്. എന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി അവനൊരു മരണമോ കബറടക്കോ ഒന്നുമില്ല. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ടു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിലേക്കും. പിന്നെ നമ്മുടെ ശരീരം അതിയപ്പറ്റ. ആ ശരീരം എന്തോ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഒന്നിൽ ആറ്റിക്കളയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ അതിനൊരു വാലിഡിറ്റി ഇല്ല. എന്നാൽ പഴയ നിയമ പിതാക്കന്മാരുടെ ശരീരത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം അവരുടെ ശരീരം ഒരു നല്ല കൂദാശ കഴിഞ്ഞിരുന്നില്ല. ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു നല്ല കൂദാശ അവർക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിന് പ്രസക്തി ഉണ്ടായിരുന്നത്. അവരുടെ ശരീരം അതിയപ്പറ്റായില്ല. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചുയർത്തെങ്കിൽ മാത്രമേ അവരുടെ ശരീരം അതിയപ്പറ്റാവുകയുള്ളൂ. എന്നാൽ പഴയ നിയമ പിതാക്കന്മാരുടെ ശരീരം അങ്ങനെ അതിയപ്പറ്റായില്ല. അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിന് പ്രസക്തി ഉണ്ടായിരുന്നത്. കല്ലറയ്ക്കൽ പോയി ധൂപക്കുറ്റിയും പ്രാർത്ഥനകളും ഒക്കെ നടത്തി പോന്നിരുന്നത്. എപ്പോഴാണ് പഴയ നിയമ പിതാക്കന്മാരുടെ ശരീരം അതിയപ്പറ്റായത്? യേശു ക്രിസ്തു പാതാളത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചപ്പോഴാണ് അവരുടെ ശരീരം അതിയപ്പറ്റായത്. അതോടുകൂടി അവരുടെ ആത്മാവും യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയി. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മർമ്മമാണ്. ഈ മർമ്മം പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത് പലതും ഗ്രഹിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അസ്ഥിരന്മാരും അറയ്ക്കപ്പെട്ടവരും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ സ്നാനത്തിലൂടെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചുയർത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സകല കൂദാശകളും കഴിഞ്ഞാണ് നമ്മൾ ഉയർക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം അതിയപ്പറ്റാണെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ആ അതിയപ്പറ്റായ ശരീരത്തിന് അല്ലെങ്കിൽ ആത്മാവ് അതിയപ്പറ്റായ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ആ ശരീരത്തിന് ഒരു കൂദാശയും നമുക്ക് ആവശ്യമില്ല. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അറയ്ക്കപ്പെട്ടവരും അസ്ഥിരന്മാരുമാണ്. സ്വർഗരാജ്യത്തിന് യോഗ്യരല്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
മരിച്ചു കഴിഞ്ഞുള്ള കൂദാശകളിലും പ്രാർത്ഥനകളിലും ഒക്കെയാ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല, പുതിയ നിയമവുമായും യാതൊരു ബന്ധവുമില്ല. ഈ പുതിയ നിയമത്തില് മനുഷ്യർ മരിച്ചു കഴിഞ്ഞുള്ള കൂദാശകളും അതും ഇതുമൊക്കെ കൊണ്ട് വന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ മതത്തിൽ കൊണ്ടുവന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ സഭയിലേക്ക് കടക്കും, വിവിധങ്ങളായ മതഭേദങ്ങളെ നുഴയിച്ച് നിങ്ങളെ വാണിഭമാക്കും. ഇന്ന് കാണുന്നതൊക്കെ ബിസിനസ്സാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഈ വാക്യത്തിന് പുലബന്ധം പോലുമില്ല. ഇതൊക്കെ കർത്താവ് വെറുതെ പറഞ്ഞതാണ്, ഒരു തമാശ പറഞ്ഞതാണെന്നാ വിചാരം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? ആത്മാവിൻ്റെ സ്നാനത്തിലൂടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുയർക്കുകയാണ്. നമ്മുടെ ആത്മാവ് ഉയർത്തിട്ടുണ്ടോ? ക്രിസ്തുവിൽ ലയിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ നിയമം വളരെ വ്യത്യസ്തമായ ഒരു നിയമമാണ്. അതൊരു മതമല്ല, അതൊരു മർമ്മമാണ്. വിശ്വാസത്താൽ സൗജന്യ രക്ഷ എന്നുള്ളതാണ് ആ മർമ്മത്തിൻ്റെ പ്രത്യേകത. ഞാൻ നിങ്ങളെ ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇന്നിടത്ത് ഇന്നാരെന്നല്ല അറിയുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ, അല്ലെങ്കിൽ സഭയുടെ നമ്മുടെ ബ്രദേഴ്സിനെ, സഹോദരവർഗത്തിന്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഹോദരവർഗം. അതിൽ ഒരാളെ നമ്മൾ അറിയുന്നത് ഇന്നിടത്തെ ഇന്നാരെന്നല്ല, ജഡപ്രകാരമല്ല നമ്മൾ അറിയുന്നത്, സഹോദരവർഗങ്ങളാണ്. അതുകൊണ്ടാണ് സഹോദരൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയാണ്. ആത്മാവിൻ്റെ സ്നാനത്തിലൂടെ നമ്മുടെ കർമ്മപാപങ്ങളും ജന്മപാപങ്ങളും മോചിച്ച് നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. നമ്മുടെ പാപങ്ങൾ മോചിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവിനെ സാത്താന് പിടിച്ചു വയ്ക്കാൻ അവകാശമില്ല. സാത്താൻ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ പിടിച്ചു വച്ചിരിക്കുന്നത്? നമ്മൾ പാപികളായതുകൊണ്ടാണ്. നമ്മൾ കടം കൊടുക്കാനുണ്ട്, കടം വീട്ടാനുണ്ട്. നമ്മുടെ കടം യേശുക്രിസ്തു കാൽവറിയിൽ വീട്ടിക്കഴിഞ്ഞു, തൻ്റെ രക്തം കൊണ്ട് വീട്ടിക്കഴിഞ്ഞു. മാനസാന്തരപ്പെടുന്നവർക്ക് അത് ദൈവം സൗജന്യമായിട്ട് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആ രക്ഷ കൊടുക്കാത്തത്?
എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷെ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. കാരണം നമ്മൾ സാത്താൻ്റെ കസ്റ്റഡിയിൽ കിടക്കുക. അവിടെ നമ്മൾ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മുടെ ജീവിതം സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് കർത്താവിൻ്റെ കൽപ്പനയാണ്. നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. നീ നന്മ തിരഞ്ഞെടുത്താൽ സ്വർഗരാജ്യത്തിന് അവകാശി, തിന്മ തിരഞ്ഞെടുത്താൽ നരകത്തിന് അവകാശി. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ തിന്മയെ തിരഞ്ഞെടുത്തു. അങ്ങനെ അവർ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി. നമ്മളങ്ങനെ സാത്താൻ്റെ കസ്റ്റഡിയിലായി. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ സാത്താനെ കൂട്ടുപിടിച്ചു. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ മേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു മാനസാന്തരം ആവശ്യമാണെന്ന് പറയുന്നത്. നമ്മളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ സാത്താനെ കൂട്ടുപിടിച്ചു. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. നമ്മളെ മുഴുവൻ രക്ഷപ്പെടുത്തണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സാത്താനെ കൂട്ടുപിടിച്ചത് കൊണ്ട് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യണം? അവിടെയാണ് ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യം. ഒരു നല്ല മാനസാന്തരത്തിന് നമ്മൾ തയ്യാറായാൽ, നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ഒരു പൂർണ്ണ മാനസാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, അതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. അങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു സ്നാനം നടക്കും. ജന്മപാപങ്ങളും കർമ്മപാപങ്ങളും നമ്മൾ മോചിക്കപ്പെട്ട് പിന്നെ സാത്താന് നമ്മളെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അവിടുന്ന് രക്ഷ പ്രാപിച്ച് കൃപയിലേക്കാണ് പിന്നെ പ്രവേശിക്കുന്നത്. നമ്മൾ കൃപയും സത്യവും യേശുക്രിസ്തു മൂലമാവുന്നത്. ഇന്ന് ഞാനീ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, മനസ്സിലാവുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അസ്ഥിരന്മാരും അറയ്ക്കപ്പെട്ടവരുമാണ്. മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും ആചരിക്കുന്നത്, നിങ്ങൾ പെരുന്നാളുകൾ ആചരിക്കുന്നത്, നിങ്ങൾ നോയമ്പും ഉപവാസവും ചെയ്യുന്നത്, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ അറയ്ക്കപ്പെട്ടവരും അസ്ഥിരന്മാരുമാണ്. ഈ സത്യം നിങ്ങൾ അംഗീകരിക്കണം. കാരണം ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, നിങ്ങൾ വെള്ളം പോലെ പാപം ചെയ്ത് ജീവിക്കുന്നു. ഈ പാപങ്ങളെല്ലാം എങ്ങനെയാണ് മോചിക്കുന്നത്? പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആത്മാവിൻ്റെ സ്നാനത്തിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെയും പാപം മോചിക്കത്തില്ല. മനുഷ്യൻ ചെറുപ്പം മുതൽ ചെയ്ത ജന്മപാപങ്ങളും കർമ്മപാപങ്ങളും അവൻ്റെ തലയിൽ വലിയ കൊട്ടാരം പോലെ വലിപ്പത്തിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോകുമെന്ന് പറയുന്നത്. ഈ പാപ കൊട്ടാരം തലയിൽ നിന്ന് ഇറക്കി വെക്കണ്ടേ? അതിന് ആത്മാവിൻ്റെ സ്നാനം ഒന്നു മാത്രമേ ഉള്ളൂ. ആത്മാവിൻ്റെ സ്നാനം തുടങ്ങുന്നത് ഉയർപ്പിന് ശേഷമാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞെന്ന് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ സ്നാനം തരും. പരിശുദ്ധാത്മ സ്നാനം തരുന്നത് കർത്താവാണ്, പരിശുദ്ധാത്മാവാണ് തരുന്നത്. അല്ലാതെ ഒരു ഉപദേശിയും ആരെയും സ്നാനപ്പെടുത്തത്തില്ല. കർത്താവ് പറഞ്ഞത് കുറഞ്ഞെന്ന് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സ്നാനം തരുമെന്നാണ് പറഞ്ഞത്.
യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. കാരണം യോഹന്നാൻ സ്നാപകൻ കർത്താവിനാൽ സ്നാനമേറ്റില്ല എങ്കിൽ അവന് സ്വർഗരാജ്യത്തിൽ എല്ലാം പറ്റില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ 5-6 കൊല്ലമായ മുമ്പുള്ള എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, യോഹന്നാൻ സ്നാപകൻ എപ്പോഴാണ് കർത്താവിനാൽ സ്നാനമേറ്റതെന്ന് പറയാമെന്ന് ചോദിച്ചു. ആർക്കെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു. ഒരു മോതിരം തരാമെന്ന് പറഞ്ഞായിരുന്നു പറയുന്നവർക്ക്. ഒറ്റയാൾ പോലും അതിന് ഉത്തരം പറഞ്ഞില്ല. പഴയ നിയമ പിതാക്കന്മാർക്കൊക്കെ കർത്താവ് സ്നാനം കൊടുത്തു. അതാണ് പരിശുദ്ധാത്മ സ്നാനം. പാതാളത്തിൽ വെച്ചാണ് കൊടുത്തത്. വലത്ത് ഭാഗത്തെ കള്ളനും കിട്ടി. എല്ലാം രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അന്നു മുതൽ അവരുടെ ജഡമൊക്കെ അധികപ്പറ്റായി. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജഡം അധികപ്പറ്റാവും. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മർമ്മം. പിന്നെ നമ്മൾ സ്വർഗീയരാ. ഈ മർമ്മം ഗ്രഹിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. ഈ മർമ്മം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളയല്ല വേണ്ടത്, ഗ്രഹിക്കുന്നത് വരെ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തും. ഒത്തിരി വചനങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഉദാഹരണങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട്. വചനം നന്നായി ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ വിശുദ്ധ ജനമായി വിശുദ്ധിയെ തികച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനായി ഉത്സാഹിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.